ഹരേ കൃഷ്ണ. ശ്രീരാമൻ സീതാസമേതം അയോധ്യയിലെ കൊട്ടാരത്തിലെത്തിച്ചേരുന്ന കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. ഭരതൻ പാദുകങ്ങളെ ശ്രീരാമന്റെ പാദങ്ങളിൽ അണിയിച്ചുകൊണ്ട് പറഞ്ഞു, ജ്യേഷ്ഠ, ഞാനിന്ന് സന്തുഷ്ടനാണ്. ഇത്രയും കാലം അങ്ങയുടെ വരവും കാത്ത് ഞാൻ ഈ രാജ്യത്തെ സൂക്ഷിക്കുകയായിരുന്നു. ഇനി എനിക്ക് സമാധാനത്തോടെ ഈ രാജ്യം അങ്ങയെ തിരിച്ചേൽപ്പിക്കാം. ജ്യേഷ്ഠൻ വാഴുന്നത് കണ്ടിട്ട് വേണം എൻ്റെ മനസ്സ് കുളിർക്കാൻ. ശ്രീരാമൻ ഒരു നിമിഷം ആലോചിച്ച ശേഷം ഭരതനോട് പറഞ്ഞു, അനുജ, നിന്റെ ആത്മാർത്ഥമായ സ്നേഹത്തെ മാനിച്ച് ഞാൻ ഈ രാജ്യഭാരം കയ്യേറ്റിരിക്കുന്നു. എന്നാലും 14 വർഷത്തെ ഭരണം കൊണ്ട് നീ എനിക്കിന്ന് ഗുരുവിനെ പോലെയാണ്. ജ്യേഷ്ഠൻ്റെ സംസാരം കേട്ട് ഭരതൻ ചാരിതാർത്ഥനായി. അതിനുശേഷം ശ്രീരാമലക്ഷ്മണന്മാർ വനവാസത്തിന് ഉപയോഗിച്ചിരുന്ന വേഷവും മാറ്റി സ്നാനം കഴിച്ചു വന്ന് വിലപിടിപ്പുള്ള ആടയാഭരണങ്ങൾ അണിഞ്ഞു. ദശരഥ പത്നിമാർ സീതാദേവിയെ കുളിപ്പിച്ച് അണിയിച്ചൊരുക്കി. സുമന്ത്രർ കൊണ്ടുവന്ന രഥത്തിലേറി ശ്രീരാമൻ, സീതാദേവി, ലക്ഷ്മണനും സുഗ്രീവാദി വാനരന്മാരോടുമൊപ്പം കൊട്ടാരത്തിലേക്ക് നീങ്ങി. വീഥികൾക്കിരുവശത്തും ശ്രീരാമന്റെ എഴുന്നള്ളത്ത് കാണാൻ തടിച്ചുകൂടിയിരുന്ന ജനങ്ങൾ പുഷ്പവൃഷ്ടി നടത്തി. അന്തഃപുരത്തിലെത്തിയ ശ്രീരാമൻ ആദ്യം മാതൃജനങ്ങളെ വന്ദിച്ചു. പിന്നീട് ഭരതനോടായി പറഞ്ഞു, അനുജ, നമ്മുടെ അതിഥികളായ സുഗ്രീവനും വിഭീഷണനും രാജാക്കന്മാരാണെന്നറിയാമല്ലോ. അവരെ വേണ്ട വിധം സ്വീകരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇത് കേട്ടപ്പോൾ ഭരതൻ പറഞ്ഞു, ജ്യേഷ്ഠ, അങ്ങിതൊക്കെ പറയേണ്ടതുണ്ടോ? ഇവരുടെ ചരിത്രമൊക്കെ ഹനുമാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരെ രാജകീയ അതിഥികളായി സ്വീകരിക്കുന്നതിന് വേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇത് കേട്ടപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, നന്നായി ഭരത, നന്നായി. അല്ലെങ്കിലും 14 വർഷത്തെ ഭരണപരിചയം നിനക്കുണ്ടല്ലോ. ഇത് കേട്ടപ്പോൾ ഭരതനൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജ്യേഷ്ഠൻ എന്നെ കളിയാക്കുകയും മറ്റും വേണ്ട. ഇനി എനിക്ക് പറയാനുള്ളത് ഒന്നു മാത്രമാണ്. നമ്മുടെ ജനങ്ങൾ വളരെ കാലമായി കാണാൻ കൊതിച്ചിരുന്ന പട്ടാഭിഷേകം ഉടനെ തന്നെ നടത്തണം. കുലഗുരുവായ വസിഷ്ഠാചാര്യൻ്റെ നിർദ്ദേശമനുസരിച്ച് പട്ടാഭിഷേകത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കണം. ഹരേ കൃഷ്ണ. അടുത്ത ഭാഗം